ചേട്ടാ, ഈ മെഷീനിൽ ഇപ്പോൾ പാളപ്ലേറ്റുകൾ മാത്രമേ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ? നമസ്കാരം. ഇന്ന് സ്മാർട്ട് പെൻ സഫാരി എത്തി നിൽക്കുന്നത് കാർത്തേപ്പള്ളി ചെങ്ങോലി എന്ന പ്രദേശത്താണ്. ഇവിടെ നമ്മളൊരു പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റ്, അത് വെറും പ്ലേറ്റ് നിർമ്മാണമല്ല, പാളയും ഇലയൊക്കെ വെച്ച് ചെയ്യുന്ന പൈതൃകം ഓർഗാനിക് എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റിലേക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ആ ഷോപ്പിലെ വിശേഷങ്ങളും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് സ്മാർട്ട് പെൻ സഫാരിയിലൂടെ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ, നമുക്കിന്ന് പാള പ്ലേറ്റിന്റെ നിർമ്മാണ രീതി പരിചയപ്പെടാം. വരൂ. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം ചേച്ചി. ചേട്ടാ, ഈ യൂണിറ്റിലേക്ക് ആവശ്യമായ പാളകൾ നിങ്ങൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? പാള എടുക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് പാള ഇല്ല, അതറിയാമല്ലോ. നമുക്ക് നാട്ടിൻപുറത്തെ പാള കിട്ടാൻ വളരെ ചുരുക്കം. ഞാനിപ്പോൾ എടുക്കുന്നത് കർണാടക, അത് കഴിഞ്ഞ് അട്ടപ്പാടി, വയനാട്, ഈ ഏരിയ ആണ്. അല്ലെ പിന്നെ വരണം ആസാമിൽ പോകണം. ചേട്ടാ, ഇവിടെ പാളകൾ കൊണ്ട് മാത്രമാണോ പ്ലേറ്റുകൾ നിർമ്മിക്കുന്നത്? അല്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ചെറിയ ബൗള്, പ്ലേറ്റുകൾ മാത്രമല്ല. ഇത് നോക്കൂ, ഇത് ബൗള് പാളയുടെയാണ്, പാളയുടെ സ്പൂണ്, പിന്നെ ഉള്ളത് പാള പ്ലേറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നതാണ്, പ്രത്യേകമായിട്ട് ചെയ്യുന്നതാണ് വട്ടേലയുടെ പ്ലേറ്റ്. ഇതൊരു യൂണിറ്റിലും ചെയ്യാറില്ല. അതിൻ്റെ തന്നെ ഉണ്ട് തേക്കിൻ്റെ ഇതും ഒരു യൂണിറ്റിലും ചെയ്ത് കണ്ടിട്ടില്ല. അതിൻ്റെ കൂടെ മന്ദാരത്തിൻ്റെ ഇല, അത് മിക്കവാറുള്ള യൂണിറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. വട്ടയിലും തേക്കിലും എങ്ങും ചെയ്യില്ല, നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കൊള്ളാമല്ലോ. ഞാൻ പലതരത്തിലുള്ള സ്പൂണുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ പാള കൊണ്ടുള്ള സ്പൂണ് ആദ്യമായിട്ട് കാണുക. പ്രേക്ഷകരെ, നിങ്ങളിത് കാണുന്നുണ്ടോ? പാള പ്ലേറ്റ് കൊണ്ടുള്ള സ്പൂണ്. ഞാനും പല കേട്ടിട്ടുണ്ട് പാള പ്ലേറ്റുകളെ പറ്റി, പക്ഷെ ഇല കൊണ്ടുള്ള പ്ലേറ്റുകളൊക്കെ ഇത് ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് അടിച്ചു കൊടുക്കുന്ന സാധനമാണ്, വേറെ എങ്ങും ചെയ്യാറില്ല. തേക്കലയും വട്ടയിലും ഒരു യൂണിറ്റിലും ചെയ്ത് കൊടുക്കത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യുവാണ്. ഏതെങ്കിലും യൂണിറ്റിൽ ഈ വട്ടയിലും തേക്കലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. മന്ദാരത്തിന്റെ പ്ലേറ്റ് അത് പല യൂണിറ്റുകളിൽ അടിക്കാറുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതല്ല, കർണാടകയിൽ നിന്ന് തയ്ച്ച് വരുന്നതാണ് അതിന്റെ ഇല. അതെല്ലാം കാണിച്ചു തരാം, നിർമ്മാണ രീതി കാണിച്ചു തരാം നമുക്ക്. ഈ ഇലയും മന്ദാരത്തിന്റെ ഇലയും കർണാടകത്തിൽ അതെ, കർണാടകത്തിൽ നിന്ന് വരും, തയ്ച്ച് വരുന്നതാണ്. വളരെ നന്നായിട്ട്. നമുക്ക് ഒരു ദിവസം എത്ര പ്ലേറ്റുകൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും? ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ 1000 എണ്ണം നമുക്ക് മാക്സിമം ചെയ്യാം, മിനിമം. കറണ്ട് പോയില്ലെങ്കിൽ നമുക്ക് മിനിമം 1000 പീസുകൾ അടിച്ചെടുക്കാം. ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ നിർമ്മാണ രീതി ഒന്ന് കാണിക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വൈഫ്. ഹലോ ചേച്ചി. ഇതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് നമ്മൾ പാള കഴുകുക. ആദ്യം നമ്മൾ പാള കുതുക്കാനിടും. കുതിർത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് വെച്ച് നല്ലപോലെ കഴുകും. അല്ല, ഇത് ഒരു തവണ അല്ല, നമ്മൾ 2-3 വട്ടം കഴുകും. ഇതിപ്പോൾ രണ്ടാമത്തെ ഇതാണ്. ഇത് കഴുകി ഇവിടെ വെച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കി നമ്മൾ പോരാൻ വെക്കും. പോരാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങണം, പഴയ രീതിയിൽ ആവണം. ഇതിപ്പോൾ നനവുണ്ട്, ഈ നനവിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇത് പഴയ നമ്മളെ പാട എങ്ങനെ ഉണങ്ങുന്നത്, ആ ഒരു ഒടിയാനും പാടില്ല, അങ്ങ് ഇതാവാനും പാടില്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നനവ് മാറിയിട്ട് ഉണക്കി വെച്ചിട്ട് ചെയ്യണം, അതാണ് എൻ്റെ രീതി. ആദ്യം പാള ആദ്യം ഇത് കഴുകി ആദ്യം നമ്മൾ കുതുക്കാനുണ്ട്. ഒരു 15-20 മിനിറ്റ് ഇട്ടിട്ട് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് മാറ്റി വെക്കും. വീണ്ടും ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വീണ്ടും അതിനകത്തിട്ട് ബ്രഷ് ഇട്ട് ഉരച്ച് കഴുകി നല്ല വൃത്തിയാക്കി പിന്നെ മൂന്നാമത്തെ വെള്ളത്തിൽ കഴുകി മുക്കി നമ്മൾ തുടങ്ങും. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എപ്പോഴും ഇല്ല, എൻ്റെ വൈഫും വേറൊരു കുട്ടിയുണ്ട്. അതിന് വന്നില്ല, എന്താണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അവർ ഞാൻ ഓർഡർ എടുക്കാനൊക്കെ ഇപ്പോൾ പുള്ളിയിലോട്ട് പോകുന്നതുകൊണ്ട് ഇവരാണ് രണ്ടുപേരോടാണ് ഞാൻ വെളുപ്പിനെ 5:30 വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇവർക്ക് വെച്ച് കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ള പ്രൊസീജിയറെല്ലാം ഇവർ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 9 മണി വരെ ഞങ്ങൾ 9 മണി വരെ ഇവിടെ ഉണ്ടാവും.
പ്രഷറെ നമുക്കപ്പോൾ ചേട്ടൻ നമ്മളെ കാണിച്ചു തരാൻ പോവുകയാണ് പാള പ്ലേറ്റിന്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങാം. പാള എടുക്കുന്നു, ഇതാ ഇതേപോലെ വെക്കുക. അപ്പുറത്ത് നോക്കണം, പാള വെക്കുന്നു. അപ്പുറത്ത് ആ സൈഡ് നോക്കണം, നമ്മുടെ എൻഡ് നോക്കണം കറക്റ്റായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ ഈ പാള മെഷീൻ ഓണാക്കുക, ഈ പാള അങ്ങോട്ട് വെക്കുക, അത്രേ ഉള്ളൂ ഇതിന്റെ പ്രവർത്തനം. പാള അങ്ങനെ വെച്ചാൽ പോരാ, നമ്മൾ ഇത്ര മണിക്കൂർ, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇത് ഓണാക്കി വേണം. നമ്മൾ 100 ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 100 ഇട്ട് കണ്ടോ, 2 ലൈറ്റ് കെട്ടും. ഇത് ഓട്ടോമാറ്റിക് ലൈറ്റ് കെടും. ഇത് കണ്ടോ, ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക് ലൈറ്റ് കെടും, രണ്ടും കെടും. ഇതിപ്പം ഓൾറെഡി ഇപ്പം 60-40 കിടക്കുക ചൂട്. നമുക്ക് ഈ ചൂട് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തുവാ, പാള പ്ലേറ്റ് അടിക്കണമെങ്കിൽ 90-80 വേണം നമുക്ക് ചൂട് വേണ്ടത്. അപ്പൊ ഒരു പാള പ്ലേറ്റ് അടിക്കണമെങ്കിൽ ഇത്ര മിനിറ്റ് അങ്ങനെ വല്ല ടൈമിംഗ് ഉണ്ടോ? ആ ടൈമിംഗ് ഉണ്ടോ? എത്ര ടൈം, എത്ര 1 മിനിറ്റ് എടുക്കും ഒരു പാള അടിക്കുന്നതിന്? നല്ല 100 ചൂട് കിടക്കുകയാണെങ്കിൽ നമുക്ക് 1 മിനിറ്റ് വേണ്ട, 40 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ പാള അടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മെഷീൻ ഓൺ ആക്കി അത് ഹീറ്റ് എല്ലാം നമ്മൾ ആ പാള കഴുകുമ്പോഴത്തെ ഈ മെഷീൻ എല്ലാം റെഡിയായി അതെല്ലാം വരുമ്പോഴത്തെ ഈ മെഷീൻ റെഡി ആയിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ, കാണിച്ചു തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 8-ന്റെ ആണ്, അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകും. ഒരേ സമയം നമുക്ക് ചെറുതും വലുതുമായിട്ട് അടിക്കാം ഇല്ലേ? അങ്ങനെ നമുക്ക് സമയം കണ്ടെത്താം. അങ്ങനെ ഒരെണ്ണം മാത്രമായിട്ട് നിൽക്കരുത്. ഇത് അങ്ങോട്ട് വെച്ചു, അത് കഴിയുമ്പോൾ അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞ ഒരു ദിവസം നമുക്ക് മാക്സിമം 1000 പ്ലേറ്റ് വരെ അടിക്കാമെന്ന് പറയാം. ഇത് നല്ല ചൂടാണ്, പിടിച്ചു നോക്കൂ. ഇതും ഈ ബേസ്ബോളിൽ തന്നെയല്ലേ ചെയ്യുന്നത്? ഇതും ബേസ്ബോള്. ഇത് ഒരു യൂണിറ്റും ചെയ്യാത്തൊരു സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ സാധനം എന്താണെന്ന് അറിയാമോ? തേക്കില. ഒന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാം കറക്റ്റ് ആക്കുക, തേക്കിലൊക്കെ കറക്റ്റായിട്ട് വെക്കുക. ചേട്ടാ, എനിക്ക് ചെറിയൊരു ആഗ്രഹം ഇത് കണ്ടപ്പോഴാ, എനിക്ക് കൂടെ ഒരു പ്ലേറ്റ് അടിച്ചാൽ കൊള്ളാവുന്നൊരു ആഗ്രഹം. അതിനെന്താ, 1 അല്ല 10 അടിച്ചു. ഞാൻ ഇപ്പൊ ഇതൊന്ന് കഴിയട്ടെ, ഇപ്പൊ കാണിച്ചു തരാം. ശരി പോകണം. പ്രേക്ഷകർ കണ്ടോട്ടെ. ഇനി ചേച്ചിയെ പ്ലേറ്റ് അടിക്കാൻ പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് അടിച്ചാലോ? ബേസ്ബോൾ പിടിച്ചോ, ബേസ്ബോൾ വെച്ചോളൂ. എല്ലാം നല്ലൊരു മതി മതി മതി. ഇനി പ്ലേറ്റ് ഇല വെച്ചോ. ആ മതി, വെച്ചോ, കിട്ടോ. അതിലേക്ക് താഴേക്ക് അമർത്തും. പോട്ടെ, താഴോട്ട് പോട്ടെ, താഴോട്ട് പോട്ടെ. ആ വിട്ടേരെ. എങ്ങനെയുണ്ട്? എളുപ്പം, പക്ഷേ ഇതിന്റെ പ്രൊസീജിയർ ഇത് കുറെ ഉണ്ട്. ചേട്ടാ, അപ്പൊ നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? കല്യാണ പാർട്ടി, കാറ്ററിംഗ് സർവീസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം. പിന്നെ ചെറിയ ബർത്ത്ഡേക്കാർ വരുവാണെങ്കിൽ അതിന് കൊടുക്കാം. നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ചെറിയ ഫംഗ്ഷന് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ വേറെ പേരുണ്ട്. ഞങ്ങൾ പ്ലേറ്റ് മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സോപ്പ് പൊട്ടി ചെയ്യാൻ പറ്റും ഈ മെഷീനിൽ. ഡൈ മാറി ഇട്ടാൽ മതി. സോപ്പ് പൊട്ടി, ഈ അലൂമിനിയം കണ്ടെയ്നറിന് പകരമുള്ള സാധനങ്ങൾ, ഇതൊക്കെ ചെയ്യാം. ഇതിനകത്ത് ഡൈ മാറ്റി കഴിഞ്ഞാൽ എന്തും, ചെരുപ്പ് വരെ നിർമ്മിക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ചെരുപ്പ് അത് ഡൈ മാറ്റി നമുക്ക് അതുവരെ ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാം മെഷീനിൽ. അതിന്റെ ഡൈ നമ്മുടെ ചെരുപ്പിന്റെ ഡൈ ഒന്നും ഇല്ല. നമ്മൾ
ഓർഗാനിക് പ്ലേറ്റുകളാണ് മാക്സിമം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ അലുമിനിയം കണ്ടെയ്നർ. അലുമിനിയം കണ്ടെയ്നർ മീൻസ് അതിന് പകരമുള്ള പാളയുടെ കണ്ടെയ്നർ, സോപ്പ് പൊട്ടി ചെയ്യാം. സ്മാർട്ട് പെൻ സഫാരിക്ക് വേണ്ടിയിട്ട് പ്രകൃതിദത്തമായ പ്ലേറ്റുകളുടെ നിർമ്മാണ രീതി പരിചയപ്പെടുത്തി തന്ന നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് ഏട്ടനും വൈഫിനും എൻ്റെയും സ്മാർട്ട് പെൻ സഫാരിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഇത് ചെറിയൊരു പ്രസ്ഥാനമാണ്. ഇനി ഇത് വലിയ പ്രസ്ഥാനമായി വരാനായിട്ട് ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസ അറിയിക്കുന്നു. ലൊക്കേഷൻ കാർത്തേപ്പള്ളി ചിങ്ങോലി റോഡ്, പാമ്പാടി മുക്കിന്, പോസ്റ്റ് ഓഫീസിന് സമീപം സാബൂസ് ചിക്കൻ സെൻറ്റർ, ഓപ്പോസിറ്റ് പൈതൃക ഓർഗാനിക് യൂണിറ്റ്.